അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഒരു ഫാസിക് ഒരു വാർത്തയുമായി വന്നാൽ, ഒരു തമ്മാടി ഒരു വാർത്തയുമായി വന്നാൽ അതിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് അന്വേഷിക്കാതെ അപ്പടി അത് വിശ്വസിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ഒരു ഫാസിക് ഒരു വാർത്തയുമായി വന്നാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ നിങ്ങൾ അപ്പടി അത് അംഗീകരിക്കരുത്, സ്വീകരിക്കരുത്, അതിൻ്റെ നിജസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കിയിട്ടേ ഒരു തീരുമാനത്തിലെത്താവൂ എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണം, മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, നിഷ്പക്ഷമതികളായിട്ടുള്ള സത്യാന്വേഷികൾ തീർച്ചയായും എന്തൊന്ന് കേൾക്കുമ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടേ ഒരു തീരുമാനത്തിലെത്തൂ എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ കൊമ്പം വന്നിട്ട് എന്തൊക്കെ ആരോപണങ്ങളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാലും ശരി, ഇതൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം, തൗഹീദി പ്രബോധന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുല്ല് വില മാത്രമാണ് നമ്മൾ കൽപ്പിക്കുന്നത്. ഇതൊന്നും നമുക്ക് യാതൊരു കോട്ടവും ഇതുകൊണ്ട് സംഭവിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വഹദാനിയത്ത് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമാണ് സഹായം തേടേണ്ടത് എന്ന് പറയുന്ന ആ സഹായത്തേട്ടം ഏത് സൃഷ്ടികളിലേക്ക് തിരിച്ചാലും അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അത് പങ്കുചേർക്കലല്ല എന്ന് ഇവിടെ ഒരാളും മുജാഹിദുകളായിട്ടുള്ള വിസ്റ്റം മുജാഹിദുകളാരും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇവിടെ ഈ മുജാഹിദുകൾക്കെതിരിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ആരോപണങ്ങൾ. മുജാഹിദുകൾ ഷിർക്കിലേക്ക് പോയി, കൂട്ടത്തോടെ ഷിർക്കിലേക്ക് പോയി എന്ന് പറയുന്ന പേരോട്, അതുപോലെ അമ്പലക്കടവ്, അലിമദനി, കരിമ്പിലാക്കൽ, സലാം സുല്ലമി തുടങ്ങി അനവധി ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് അത് കടമെടുത്ത നവമടവൂരികൾ ഇന്ന് മുജാഹിദുകളായിട്ടുള്ള, യഥാർത്ഥ മുജാഹിദുകളായിട്ടുള്ള, മുവഹിദുകളായിട്ടുള്ള ആളുകൾക്കെതിരിൽ അതേ ആരോപണം ഏറ്റെടുത്ത് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് ഏതെങ്കിലും മൂഢന്മാർ ധരിക്കുന്നുവെങ്കിൽ അവർ വെഡ്ഡികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വ്യാജ ആരോപണം അലിമദനിയിൽ നിന്നും കരിമ്പിലാക്കലിൽ നിന്നും തൗഹീദ് പഠിച്ച കായക്കൊടിയും അനസ് മുസ്ലിയാരും ഇവിടെ നിരന്തരം ആവർത്തിച്ചപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതിൻ്റെ കൃത്യമായ വിശദീകരണം മാലിക് സലഫി, അതുപോലെ ഫൈസൽ മൗലവി, അതുപോലെ മൂസാക്കാര തുടങ്ങിയ ആളുകൾ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ അതിലാകെ വെപ്രാളം പിടിച്ചിട്ട് എന്ത് പറയും, ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് മറുപടി പറയും എന്ന് അങ്കലാപ്പിലായ കായക്കൊടി ആകെ വെപ്രാളത്തിൽ കിട്ടിയ കട്ടകളൊക്കെ എടുത്ത് എറിഞ്ഞു നോക്കുകയാണ്. പക്ഷേ ആ കട്ടകളൊക്കെ ചെന്ന് കൊള്ളുന്നത് അനസ് മുസ്ലിയാരുടെ തലമണ്ടക്കും ഈ കായക്കൊടിയുടെ തലമണ്ടക്കുമാണ് എന്നതുപോലും തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നത് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? അള്ളാഹുവിൻ്റെ പാർശ്വം വിട്ട് ഈ വഴിപിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അവന് ഏത് ചളിക്കുണ്ടിലും ചാടും, എന്ത് തോന്നിവാസവും പറയും. ലജ്ജയില്ലാത്തവൻ അവന് തോന്നിയത് പറയട്ടെ. പക്ഷേ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ആളുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. 2012 വരെ പറഞ്ഞ ആദർശം, ആ ആദർശത്തെ അഥവാ സച്ചരിതരായ പൂർവികരായ സലഫുസ്സാലിഹികൾ മനസ്സിലാക്കിയിട്ടുള്ള ആ തൗഹീദിനെ ഇവർ ഇന്ന് കൊഞ്ഞനം കുത്തുകയും പരിഹസിക്കുകയുമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടാൻ അവരുടെ സംസാരം നമുക്ക് കേട്ടതിന് ശേഷം ഇൻഷാ അള്ളാഹ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഇവർ നിഷേധിക്കുന്നതും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഇവർ പറയുന്നതുമായി നേർക്കുനേരെ ഖണ്ഡനമാകുന്നതുമൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് മാലിക് സലഫിയുടെ ചോദ്യത്തിന് മറുപടി എന്ന വ്യാജേന ഇദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ ഇവരുടെ തന്നെ മൂർധാവിൽ, അല്ലെങ്കിൽ ഇവർ തന്നെ 2012 വരെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നത് നമ്മൾ വസ്തുനിഷ്ഠമായി ഇവിടെ കാണിക്കുകയാണ്. ജനസമൂഹത്തിന് മുമ്പിൽ ഇവരുടെ തനി നിറം തുറന്നു കാട്ടുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവസാനിപ്പിക്കണം നമ്മളിവിടെ.
ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഓഫീസായ CD ടവറിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയുടെ ഒരു യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനി അവர்கள் ഈ കളവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് TP കളവ് പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തേത് വിചിന്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആർക്കാണ് അങ്ങനെ ഒരു വാദമുള്ളത്? ഒരുപക്ഷെ ഈ വിവാദമൊക്കെ തുടങ്ങിയതിന് ശേഷം ഇടയിൽ കയറി വന്ന ആളുകൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ KJUവിന്റെ ഒരു സെക്രട്ടറിയാണ് ഇപ്പോൾ ഇദ്ദേഹമാണ് ഈ പറയുന്നത്. എന്ത് അന്നത്തെ കാലത്തില്ലാത്ത പുതിയ ആളുകൾക്കൊന്നും ഇപ്പോൾ ഇത് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിത് മനസ്സിലാവും. അതായത് കായക്കൊടിക്കും അനസിനും മാത്രമാണ് ഇത് മനസ്സിലാവുക. എന്ത് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉന്നയിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കടന്നു വന്ന ആളുകളുണ്ട് എന്ന് TPയും വിചിന്തനും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതാരാണ് എന്ന ചോദ്യത്തിന് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞത് സത്യമാണ് എന്ന് സമർത്ഥിക്കാൻ ഈ അനീഫ് കായക്കൊടി പറയുന്നത്, ഇത് ഇപ്പോൾ വരുന്ന പുതിയ ആളുകൾക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് മാലിക് സലഫിയാണോ അല്ലെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ശരി, ഇവിടെ അനീഫ് കായക്കൊടിക്കും അനസ് മുസ്ലിയാർക്കും ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അത് ഉറപ്പാണല്ലോ, നമ്മളത് അംഗീകരിച്ചു കൊടുക്കുക. ഇനി അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയട്ടെ, അവർക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്, ആരൊക്കെയാണ് ഇവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്, ഇതൊക്കെ അദ്ദേഹം പറയട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് ശേഷം കാര്യങ്ങൾ വിലയിരുത്താം. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയ കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാവുന്ന ചില വസ്തുതകളുണ്ട്. അപ്പോൾ ഈ അനീഫ് കായക്കൊടി ഇപ്പോൾ പറയുന്ന ഈ തുടക്കത്തിലുള്ള ചർച്ച ഏതാണ്? ചർച്ച TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന് നമ്മുടെ പ്രസ്ഥാനത്തിനകത്തൊരു ചർച്ച വന്നു എന്ന് പറഞ്ഞ ആ ചർച്ച, അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ആരില്ല? നമ്മുടെ മാലിക് സലഫില്ല. അതുകൊണ്ട് മാലിക് സലഫിക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ആരുണ്ട്? അനീഫ് കായക്കൊടി ഉണ്ട്, അനസ് മുസ്ലിയാരുണ്ട്. അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഒരു ദൗറ സംഘടിപ്പിക്കുകയും ആ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധം ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ സഹോദരന്മാരെ, നല്ല പോലെ ശ്രദ്ധിക്കുക. കേരള ജമിയത്തുൽ ഉലമ ചർച്ച ക്ഷണിക്കുകയാണ്. ആരായിട്ട്? ദൗറ ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ? ആരെയാണ് വിളിക്കുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള പണ്ഡിതന്മാരെ ക്ഷണിക്കുകയാണ് ദൗറ നടത്തിയിട്ട് പാടുണ്ടോ പാടില്ലേ എന്ന് തീരുമാനാക്കാൻ. എന്ന് ഈ 2012 ഒരു നൂറ്റാണ്ട് കാലം തൗഹീദ് പ്രബോധനം ചെയ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കണേ ഉള്ളൂ. എപ്പോ? 2012. ഇതാരാ പറയുന്നത്? കായക്കൊടി സാഹിബ് പറയാണ്. എന്ത്? ഈ TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന ഒരു ചർച്ച ഇവിടെ നടന്നു എന്ന പച്ചക്കള്ളം, അതിനെ വെള്ള പൂശാൻ ഇവിടെ ഈ ഹനീഫ് കായക്കൊടി അതിലേക്ക് ചേർത്തിട്ട് ഈ സംഗതികളെ മുഴുവൻ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് പോലും ചിന്തിക്കാനും ജനങ്ങളിത് കേൾക്കും തിരിച്ചറിയും എന്നത് പോലും ആലോചിക്കാനുള്ള വകതിരിവ് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദർശം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള വിവരക്കേടുകൾ വിളമ്പാതിരിക്കില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയട്ടെ, എന്താണ് ഈ വിഷയത്തിൽ ഇവിടെ ചർച്ച നടന്നതിനെ പറ്റി ഇദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. എന്താണ് ആ ചർച്ച എന്നൊക്കെ വിളിച്ചു വരുത്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എല്ലാവരും പ്രബന്ധമൊക്കെ അവതരിപ്പിച്ചത് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ അതിനു വേണ്ടിയിട്ടാണ് അത്ര പ്രബന്ധം അവതരിപ്പിച്ചതും ക്ഷണിച്ചതൊക്കെ. ഈ കായക്കൊടി ഈ പറയുന്ന വിഷയത്തിൽ വല്ല ഹക്കും ഉണ്ടോ എന്നത് നമുക്ക് അദ്ദേഹം തന്നെ ഇവിടെ പറയും. ഇൻഷാ അള്ളാഹ് അതൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എന്നാൽ ആ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് മുന്നേ ആ ദൗറയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിഷയം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായി സൗദി അറേബ്യയിൽ നിന്ന് അയച്ച ഒരു പ്രബന്ധമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം നിങ്ങൾ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇപ്പം കായക്കൊടി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നതിന് വേണ്ടി കേരള ജമിയത്തുൽ ഉലമ വിളിച്ചു ചേർത്ത യോഗത്തിൽ, അല്ലെങ്കിൽ ദൗറയിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി കാര്യം ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അത് റെഫറൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് കൊടുത്തുവിടുകയാണ് എന്തൊരു പ്രബന്ധം, അടുത്തൊരു പ്രബന്ധം എന്ന്. ഈ യോഗമൊക്കെ ചേരുന്നതിൻ്റെ മുന്നേ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് കൊടുത്തയച്ച പ്രബന്ധം കേട്ടോ. അത് നല്ലപോലെ ശ്രദ്ധിക്കണം. അത് കാരണം ഇനി അതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറയും. അത് അവിടെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഊന്നി പറഞ്ഞത്.
ഈ പ്രബന്ധം തയ്യാറാക്കിയത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അഥവാ അബ്ദുൽ ജബ്ബാർ മദീനി, NV മുഹമ്മദ് സാലിം, അതേപോലെ തന്നെ റാഷിദ് ബിൻ ഖലീൽ എന്നിവർ ചേർന്നുകൊണ്ടാണ്. ഈ പ്രബന്ധമാണ് ഈ വിഷയത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഒരു പ്രബന്ധം. ഒന്നാമത്തെ പേജ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഏത് വിഷയത്തിലാണ് പ്രബന്ധം എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതായത് TP അബ്ദുള്ള കോയ മദനി നേരത്തെ ഇവിടെ പറഞ്ഞ് നിങ്ങൾ കേട്ടു, നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. എന്താണ് ചർച്ച? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ, അവസാനിപ്പിക്കണം അവിടെ എന്ന് പറഞ്ഞില്ലേ? ആ ചർച്ച, അതിനു വേണ്ടിയിട്ടാണ് ദൗറ. ആ ദൗറയിലാണ് പ്രബന്ധം. ആ പ്രബന്ധത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രബന്ധം ആരാ അയക്കുന്നത്? സാലിം, NV സാലിം കെയും അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എന്ന് പറയുന്ന ജബ്ബാർ മദീനിയും റാഷിദ് അൽ ഖലീൽ എന്ന് പറയുന്ന റാഷിദ് കെയും. ഇവരാണ് ഒന്നാമത്തെ പ്രബന്ധം ഈ വിഷയത്തിൽ ദൗറയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാനും റഫറൻസിനും വേണ്ടി അയച്ചതാണ്. ഏതാണ് ചർച്ച? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ? ഇനി ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പേജ് എന്ന് പറഞ്ഞ് മൂപ്പര് തുടങ്ങുകയാണ്. അദ്ദേഹം തുടങ്ങട്ടെ. ഈ പേജിൽ നമുക്ക് കൊടുത്തത് കാണാം, ഇസ്ലാഹ് മാസികയിൽ നിന്നുള്ള ഒരു ഉദ്ധരണി. അദ്ദേഹം പറഞ്ഞ അവസാനം ഇസ്ലാഹ് മാസികയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അത് പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് അയച്ച പ്രബന്ധത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ NV സാലിം കെയും അബ്ദുൽ ജബ്ബാർ മദീനിയും അതുപോലെ റാഷിദ് ബിൻ ഖലീലും ഒക്കെ കൊടുത്തയച്ച പ്രബന്ധത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ഇസ്ലാഹ് മാസികയിലെ വരികളുണ്ട്. ആ വരി എന്താണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട വരിയാണ് എന്നാണ് ഈ ഹനീഫ് കായക്കോടി ഇന്ന് സമർത്ഥിക്കുന്നത്. എന്നാൽ ഈ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഇപ്പോൾ മാലിക് സലഫിയും ഫൈസൽ മൗലവിയും ഒക്കെ കുട്ടികളാണ്, പിന്നെ ഇപ്പോൾ പുതുതായിട്ട് കയറി വന്ന ആൾക്കാരാണെന്ന് നമുക്ക് വെക്കാം. നേരെ മറിച്ച് അതിൻ്റെ തുടക്കം മുതലേ ഉള്ള ആളായിരുന്നു ആര്? ഹനീഫ് കായക്കോടിയും അനസും. അതുകൊണ്ട് ഈ പ്രസ്തുത ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഷിർക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അലി മദനിയും കരിമ്പിലാക്കലും അമ്പലക്കടവും മൻസൂർ അലി ചെമ്മാടിനെ പോലുള്ള ആളുകളും പേരോടുമൊക്കെ പറഞ്ഞപ്പം അതിന് അന്ന് മറുപടി കൊടുക്കുന്നത് ആരാ? ഇതേ കായക്കൊടി, ഇതേ അനസ് മുസ്ലിയാർ. അവരുടെ കോലത്തിൽ വന്ന ജിന്നൊന്നല്ല, നമ്മളെ ചെക്കിയാട്ട് പേരോടിന്റെ കോലത്തിൽ വന്ന ജിന്ന് പോലത്തെ ജിന്നൊന്നല്ല. യഥാർത്ഥത്തിൽ ഇവരെന്നെ, ഇവർക്ക് യാതൊരു ഹക്കും ബാത്തിലുമില്ല. ഇവർക്ക് തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവർക്ക് എന്താണ് പ്രാർത്ഥന എന്ന് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളൊരു പക്ഷേ ഇവരൊക്കെ തൗഹീദിന് വേണ്ടി പ്രസംഗിക്കുന്നവരല്ലേ, തൗഹീദിന് വേണ്ടി പറഞ്ഞവരല്ലേ, ഇവർക്കൊന്നും തൗഹീദ് തിരിഞ്ഞിട്ടില്ലേ എന്ന് നിങ്ങളൊരു പക്ഷേ എന്നോട് ചോദിച്ചേക്കാം. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, ഈ ഹനീഫ് കായക്കുടിയും അനസ് മുസ്ലിയാരും അതുപോലുള്ള ആളുകളും ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ഹക്കെന്താണെന്ന് അറിഞ്ഞിട്ടും ബോധപൂർവം മറ്റെന്തൊക്കെയോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ മണ്ണിട്ട് മൂടി ഈ കളവിനെ സ്ഥാപിക്കാനാണ് ഇന്ന് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുനോക്ക്, ഇന്ന് ഇവർ പറയുന്ന അതേ വർത്തമാനം പറഞ്ഞിരുന്ന അന്നത്തെ അലിമദനിയും കരിമ്പിലാക്കലും അതുപോലെ അമ്പലക്കടവ് ഫൈസിയും പേരോട് സഖാഫിയെ പോലുള്ള ആളുകൾക്ക് അന്നത്തെ കാലത്ത് മറുപടി പറയണം. എന്ത് മുജാഹിദുകൾക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട്. അതായത് ഇതേ ഇസ്ലാഹ്, ഇതേ ലക്കം, ഇതേ വരി അതെടുത്തു വെച്ചുകൊണ്ട് അന്ന് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു വാദമില്ല, അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കബളിപ്പിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞത് ഇവരാണ്, മറ്റാരുമല്ല, ഹനീഫയാണ്, അതുപോലെ അനസാണ്. എന്നിട്ട് ഇന്ന് ഇവർ അന്ന് അവർ ചെയ്ത അതേ കബളിപ്പിക്കലും ദുർവ്യാഖ്യാനവും സന്ദർഭത്തിൽ നടത്തിയെടുക്കലും അത് തന്നെ ഇവരും ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവരാണത്രേ വലിയ ആദർശവാദികൾ. നിങ്ങളൊന്ന് ആലോചിക്കണം സഹോദരന്മാരെ, ഇവർക്കൊക്കെ എന്ത് പരലോക ബോധമാണുള്ളത്? ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ്.
എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. കേട്ടില്ലേ സഹോദരന്മാരെ, ഈ ഹനീഫ് കായക്കൊടി അന്ന് ആർക്ക് മറുപടി പറയുന്നു? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് മറുപടി പറയുന്നു. അവർ എന്താണ് ആക്ഷേപിച്ചത്? അവരിൽ നിന്ന് എന്താണ് കേട്ടെന്ന് പറഞ്ഞത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന വാദം മുജാഹിദുകൾക്കുണ്ട് എന്ന് കുറച്ചു കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ആരിൽ നിന്നാണ് കേൾക്കുന്നത്? കുബൂരികളിൽ നിന്നും മടവൂരികളിൽ നിന്നും. അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ തൊടുത്തുവിട്ട ആക്ഷേപിച്ച ഒരു ആരോപണം, അത് അക്ഷരം തെറ്റാതെ ഏതൊരു ലക്കത്തെ, ഏതൊരു ഇസ്ലാഹ് മാസികയെ, ഏതൊരു വരികളെയാണോ അവർ ഈ ആക്ഷേപം ഉന്നയിക്കാൻ എടുത്തുദ്ധരിച്ചത്, അതേ വരികൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ TP അബ്ദുള്ള കോയ മദനി ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നിട്ട് ഈ അതേ ആരോപണം അലിമല്ല പറഞ്ഞ, കരിമ്പിലാക്കൽ പറഞ്ഞ, മൻസൂർ അലി സമ്മാട് പറഞ്ഞ അതേ ആക്ഷേപം അക്ഷരം തെറ്റാതെ പുരപ്പുറത്ത് കയറി കൂവുന്നത്. എന്നിട്ട് ആ ആക്ഷേപത്തെ ന്യായീകരിക്കാനാണ് ഈ കായക്കൊടി ഒരുമ്പെട്ടത്. നിങ്ങളൊന്ന് ചിന്തിക്കണം സഹോദരന്മാരെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരിൽ, ഇസ്ലാഹി പ്രസ്ഥാനം ഏതൊരു വ്യക്തി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നൊരു വാദമുണ്ടെങ്കിലും അത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്ത കാര്യമല്ലേ? ഒരു നിമിഷം പോലും അത് വെച്ചു പൊറുപ്പിക്കാൻ പാടുണ്ടോ സഹോദരന്മാരെ? അങ്ങനെ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് 5 കൊല്ലക്കാലം ഉള്ളിൽ വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണോ സഹോദരന്മാരെ? ഒരിക്കലുമല്ല. ഒരു നിമിഷം പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നൊരു വാദമുള്ള പണ്ഡിതനുമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്തൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലും ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എങ്കിൽ പിന്നെ ആ പ്രസ്ഥാനത്തെ ചുട്ട് ചാമ്പലാക്കുകയല്ലേ സഹോദരന്മാരെ ചെയ്യേണ്ടത്? അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനം അള്ളാഹുവിനെ മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അള്ളാഹുവിനോടല്ലാതെ ഒരു പടപ്പിനോടും സഹായം തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രം എന്ന് 1 നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്ത പ്രസ്ഥാനത്തിനകത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച? നിങ്ങൾ സഹോദരന്മാരെ ചിന്തിക്കണം. എന്താണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് പറയുന്നതെന്നോ എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ ഇതൊക്കെ കേൾക്കുന്നത് പൊട്ടന്മാരാണ്, അന്തംകമ്മികളാണ് എന്ന ഒരു ധാരണയിലാണോ ഇവർ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരോട് പ്രാർത്ഥിക്കണം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു മുജാഹിദുകാരനോട് ചോദിച്ചാൽ ആ മുജാഹിദുകാരന്റെ മറുപടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. അതായിരിക്കുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും സംശയമുണ്ടാവുകയില്ല. അപ്പൊ സഹോദരന്മാരെ, ലോകത്തൊരു കുട്ടിക്കും സംശയമുണ്ടാകില്ല. എന്ത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് മുജാഹിദുകളുടെ നിലപാട് എന്ന വിഷയത്തിൽ ലോകത്തൊരു കുട്ടിക്കും പിന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ മറുപടി പറഞ്ഞ ഈ അനസ് മുസ്ലിയാരുടെ പ്രസിഡന്റ് പറയാണ്. എന്ത്, മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ച നടന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരന്മാരെ. ഈ ജബ്ബാർ മൗലവി വേദിയിലിരുത്തിയിട്ട് അതേ ഇസ്ലാഹ് മാസിക കയ്യിൽ പിടിച്ചിട്ടാണ് അനസ് ഈ വർത്തമാനം പറയുന്നത്. അപ്പോൾ എന്നാണ് അനസ് ഇത് പറയുന്നത്? 2009. നേരത്തെ ഹനീഫ് കായക്കൊടി ജമിയത്തുൽ ഉലമയുടെ ദൗറ, അതിലേക്ക് പ്രബന്ധം, സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രബന്ധം എന്നൊക്കെ പറഞ്ഞ് ആ പ്രബന്ധം വരുന്നതൊക്കെ ഏത് സമയത്താണ്? 2011 അവസാനം 2012 ആദ്യ സമയത്ത് അല്ലേ? എന്ന് അതിനു മുമ്പ് കാര്യങ്ങൾ ഗ്രഹിച്ച ആൾക്കാരാണ് ഹനീഫി മനസ്സും. ജമിയത്തുൽ ഉലമയിൽ ജബ്ബാർ മൗലവിനെ വേദിയിലിരുത്തി അനസ് മുസ്ലിയാരെ ഈ വിഷയത്തിന് മറുപടി പറയാൻ വേണ്ടി ആരാ ക്ഷണിക്കുന്നത്? ഹനീഫ് കായക്കൊടി. ഹനീഫ് കായക്കൊടി ക്ഷണിച്ചപ്പം അനസ് എന്താ മറുപടി പറയുന്നത്? ഒരൊറ്റ മുജാഹിദ് കുട്ടിയും അങ്ങനെ പറയൂല, ലോകത്തൊരൊറ്റ കുട്ടിയും അങ്ങനെ പറയില്ല, അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കില്ല എന്നാ പറയുന്നത്. എന്നാൽ അന്ന് ആര് പറയുന്നുണ്ട്? കുബൂരികളും അടവൂരികളും ഇതിൽ പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നുണ്ട്.
അപ്പോഴൊക്കെ ഈ പ്രാർത്ഥനയില്ല കബളിപ്പിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മറുപടി പറഞ്ഞു. ഇനി ഈ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഈ പറഞ്ഞ സാലിംക്കയും ജബ്ബാർ മദീനിയൊക്കെ കൊടുത്തയച്ച പ്രബന്ധമൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി തീരുമാനം എടുത്ത് വന്നിട്ട് എന്താ മറുപടി പറഞ്ഞത്? തിരുവനന്തപുരത്ത് അത് വിശദീകരിക്കാൻ പോയ അനീഫ് കായക്കൊടി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നാണോ? എന്താണ് മുജാഹിദുകളുടെ വിശ്വാസം, ജബ്ബാർ മൗലവിന്റെ വിശ്വാസം? ജബ്ബാർ മൗലവിക്കും സക്കരിയ സുലൈക്കും അങ്ങനെ ഒരു വാദമുണ്ടോ ഇല്ലേ? ഈ അനീഫ് കായക്കൊടി പറഞ്ഞ നിങ്ങൾ കേട്ടോക്കി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പൊ കേട്ടില്ലേ സഹോദരന്മാരെ? അതായത് നേരത്തെ അനീഫ് കായക്കൊടി മാലിക് സലഫിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് പ്രബന്ധം വന്നു, ആ പ്രബന്ധത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, അതിൽ കൊണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് TP അബ്ദുള്ള കോയ മദനി അങ്ങനെ ഒരു വാദം അവതരിപ്പിച്ചത്. ഏത് വാദം? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നൊരു വാദമുണ്ട് എന്ന് പറഞ്ഞ് തീരുമാനമൊക്കെ എടുത്ത് അതൊക്കെ മനസ്സിലാക്കി വന്നിട്ട് പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് പറയാണ് എന്ത്? അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന വാദമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആരാണ് ഈ ഞങ്ങൾ? ഈ ഞങ്ങളിൽ TP പെടോ? ആ ഞങ്ങളിൽ TP പെടാത്ത ഞങ്ങളാണോ? എന്താണ് കായക്കൊടി? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇതുപോലെ വിവരക്കേടും പോയത്തങ്ങളും കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുകളും, അതല്ലെങ്കിൽ നീയൊക്കെ ബോധപൂർവം നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്ദുൽ ജബ്ബാർ മൗലവി അമ്രുബ്നു ലുഹയ്യിന്റെ പണിയാണ് എടുത്തത് എന്ന് പറയുന്ന നീ ഈ അമ്രുബ്നു ലുഹയ്യിനെ എന്തിനാണ് വെള്ളപൂശിയത് തിരുവനന്തപുരത്ത് വന്നിട്ട്? അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിന് ഇല്ല എന്ന് നീ പറഞ്ഞത് എന്തിനാണ്? കായക്കൊടി, ആരെയാണോ നീയൊക്കെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെയാണ് ഒരു ഹക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു 10,000 കളവുകൾ പറയേണ്ടി വരും. ഹക്ക് പറഞ്ഞ് പഠിക്കുക കായക്കൊടി. ആളുകളെ കബളിപ്പിക്കല്ലേ, തെറ്റിദ്ധരിപ്പിക്കല്ലേ. എന്തിനാണ് ആ TP അബ്ദുള്ള കോയ മദനി പറഞ്ഞ ആ പച്ചക്കളവ്, ആ കടലുണ്ടിക്കാരനെ ന്യായീകരിക്കാൻ ഈ കായക്കൊടിക്കാരൻ ഒരുമ്പെട്ടിട്ട് നാണം കെട്ട് മാനം കെട്ട് ഇതുപോലെ പച്ചക്കളവ് പറഞ്ഞ് സമൂഹ മധ്യത്തിൽ എളിമ്പനായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തൗഹീദ് പറയാൻ, തൗഹീദ് സ്ഥാപിക്കാൻ, സത്യസന്ധമായി ദീനിനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള നാവായി മാറേണ്ട ഈ കായക്കൊടി ഇങ്ങനെ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, ചിന്തിക്കുക, മനസ്സിലാക്കുക. വളരെ വൈകാരികമായി ഇത് പറയുന്നത് ഇത്രമേൽ കളവ് പറഞ്ഞ് ഒരു സത്യത്തിന്റെ മുകളിൽ മണ്ണുവാരിയിട്ട് ബാത്തിലിനെ സ്ഥാപിക്കാൻ വേണ്ടി ഇവർ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞു പോകുന്നത്. സഹോദരന്മാരെ, ഹക്കായി മനസ്സിലാക്കണേ സഹോദരന്മാരെ. ഇതാണ് ഇവരൊക്കെ ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു വട്ടം കൂടെ ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ റിവേഴ്സ് അടിച്ചിട്ട് ആ ചങ്ങാതി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇതൊക്കെ ഇവരുടെ പല താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് പറഞ്ഞ് പരസ്പരം വൈരുദ്ധ്യത്തിലാണ് ഇവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തിക്തഫലം ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ നമ്മുടെ എതിരാളികൾക്ക് കൊത്തിവലിക്കാൻ ഒരവസരം ഒരുക്കി കൊടുക്കുകയാണ് എന്ന് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ വഹദാനിയത്ത് സ്ഥാപിക്കാനും സത്യസന്ധമായി മതപ്രബോധനം ചെയ്യേണ്ടതുമായ നമ്മൾ ഈ രൂപത്തിൽ കളവും വഞ്ചനയും ചതിയും പറഞ്ഞ് ഇല്ലാത്ത സംഗതികളെ ഉണ്ടാക്കി കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിച്ചിട്ട് നാളെ പരലോകത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. തീർച്ചയായും ഇതൊക്കെ ഒരു പൈശാചികമായ ഇസ്തിംതാ ആണ്. അങ്ങനെ പിശാചുമായി നടത്തുന്ന ഈ ഇസ്തിംതായിലൂടെ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടിയേക്കാം, പക്ഷേ അത് നരകത്തിലേക്കാണ്. അത് നിങ്ങൾ മറക്കരുത്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ച നമുക്ക് ഇനിയും ഓരോ വിഷയങ്ങളും നമുക്ക് കൃത്യമായി ഇതുപോലെ വിശദീകരിച്ച് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവരുടെ വെല്ലുവിളികൾക്കും ഈ രണ്ടാളുകൾക്കുള്ള മറുപടി, ഇവരുടെ ഇന്നത്തെ വാദത്തിനുള്ള മറുപടി അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇവർ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും കാറ്റിൽ പറന്നുപോയിട്ടില്ല. അതൊക്കെ കൃത്യമായി നമ്മളെ കൈകളിൽ രേഖകളായി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ വെല്ലുവിളിക്ക് നമ്മൾ വെറുതെ സമയം കളയണ്ട. അത് ഇവർ തന്നെ പറഞ്ഞ മറുപടി അങ്ങ് ഇട്ട് കൊടുത്താൽ കൃത്യമായി അവരുടെ ചെള്ളക്ക് പൊട്ടണമാതിരി മൂർധാവിൽ കൊട്ടുന്നത് പോലത്തെ ഒരു എഫക്റ്റ് അതിന് കിട്ടും. നമ്മൾ പറഞ്ഞാൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. അവർ ഇസ്ലാഹി പ്രസ്ഥാനം 1 നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്ത പ്രബോധന ആദർശം തിരുത്തി
ആളുകളെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഇന്ന് യാതൊരു നസീഹത്തുമില്ലാതെ സംഘടന ഹിസ്ബിയത്തുമായി മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ബെല്ലും ബ്രേക്കും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ മടിക്കാത്തവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എത്ര വലിയ ഫാസിക്ക് എന്തൊക്കെ ആക്ഷേപങ്ങളുമായി വന്നാലും അതിൻ്റെ നിജസ്ഥിതി കൃത്യമായി മനസ്സിലാക്കാതെ പഠിക്കാതെ ഒരിക്കലും നിങ്ങളാരും അത് വിശ്വസിക്കരുത് എന്നാണ് നമുക്ക് ഈ തരുണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഹനീഫ് കായക്കൊടി നടത്തിയ പ്രഭാഷണത്തിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങളും ഇതുപോലെ അദ്ദേഹം എന്താണ് ഈ സമൂഹ മധ്യത്തിൽ ചെയ്യുന്നത് എന്നത് തെളിവുകൾ സഹിതം കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തും. ഇനി ഈ സാലിം കയും അതുപോലെ ജബ്ബാർ മദീനിയും ഒക്കെ സൗദി അറേബ്യയിൽ നിന്ന് കൊടുക്കുന്ന പ്രബന്ധത്തെപ്പറ്റി അദ്ദേഹം ഒരു വലിയ ഭീമമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ വസ്തുനിഷ്ഠമായി ഇവരുടെ തന്നെ പ്രഭാഷണങ്ങൾ വെച്ച് പറഞ്ഞതിലൊന്നും യാതൊരു കഴമ്പുമില്ല, അടിസ്ഥാനവുമില്ല എന്നത് നമ്മളിതിൻ്റെ അടുത്ത ഒരു സീരീസായി ഇൻഷാ അള്ളാ നമ്മൾ ഇറക്കുന്നതാണ്. നിങ്ങളെല്ലാവരും പരമാവധി ആളുകളിലേക്ക് ഈ സത്യം എത്തിക്കണം, പരമാവധി ആളുകളിലേക്ക് ഇത് സന്ദേശം എത്തിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവരുടെ തനിനിറം സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടി ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ, അതിൻ്റെ ആദർശത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് KNM KJU എന്നൊക്കെ പറയുന്നത് കേവലം കോലാലംപൂരിൽ നിന്ന് കൊണ്ടുവന്ന കൊട പോലെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ ഇല്ലി പൊട്ടിയപ്പോൾ അത് മാറ്റി, അതിൻ്റെ കാല് വളഞ്ഞപ്പോൾ അതും മാറ്റി, ശീല കീറിയപ്പോൾ അതും മാറ്റി, പിന്നെ പിടി പൊട്ടിയപ്പോൾ അതും മാറ്റി. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കോലാലംപൂരിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സാധനവും ആ കൊടമ്പൽ ഇന്നില്ല. മനസ്സിലായില്ലേ? എന്നതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്ത ആദർശം ഇവർ മാറ്റി. സത്യസന്ധരായ സാത്വികരായ പണ്ഡിതന്മാരായിരുന്നു ഈ പ്രസ്ഥാനത്തെ നയിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കളവും വഞ്ചനയും ചതിയും കൈമുതലാക്കിയിട്ടുള്ള ഹുസൈൻ മടവൂരിനെ പോലെ, TP അബ്ദുള്ള കോയ മദനിയെ പോലെ, ഹനീഫ് കായക്കൊടിയെ പോലെ, അനസ് മുസ്ലിയാരെ പോലെ അതുപോലുള്ള ആളുകളാണ് ഇന്ന് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ നയിക്കുന്നത് എങ്കിൽ പിന്നെ നമ്മൾ കോലാലംപൂരിൽ നിന്ന് കൊണ്ടുവന്ന കൊട എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം സഹോദരന്മാരെ? അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എവിടെയാണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഹക്കിനോടൊപ്പം ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇതിന്റെ ബാക്കി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അനസ് മുസ്ലിയാർ കൃത്യമായി ഇസ്ലാഹ് മാസിക എടുത്തു വെച്ചുകൊണ്ട് എന്താണ് അതിന്റെ സത്യമെന്ന്, വസ്തുതയെന്ന് പറയുന്നതും, അതേപോലെ ഹനീഫ് കായക്കൊടി തുടർന്ന് ഈ നമ്മുടെ സാലിം കയുടെയും ജബ്ബാർ മൗലവിയുടെയും ഒക്കെ പ്രബന്ധത്തിലെ ഉദ്ധരണികൾ കോട്ടിമാട്ടി തെറ്റിദ്ധരിപ്പിച്ച് ഇന്ന് TP അബ്ദുള്ള കോയ മദനിയെ വെള്ളപൂശാൻ ഒരുമ്പെട്ടതിന്റെ ദുർഗതി അവരുടെ തന്നെ മൂർധാവിൽ ചെന്ന് കൊള്ളുന്നതുമൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പ്രതിപാദിക്കാം. സമയദൈർഘ്യം ഭയന്നുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.